ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മഹേഷ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കമ്പനി വന്ന് ഇരിക്കുമ്പോഴാണ് ദേ വരുന്നു ആകാശ്. ആകാശ് വന്നിട്ട് പറയുന്നുണ്ട്, ഹലോ മഹേഷ്, അതെ ഞാൻ നിന്നെ ഒരു പരിപാടി ക്ഷണിക്കാൻ വേണ്ടി വന്നാട്ടോ. നിന്നെ മാത്രമല്ല, സോറി നിൻ്റെ ഭാര്യനെയും കൂട്ടിയിട്ട് വരുമ്പോൾ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് വരണം പരിപാടിക്ക് എന്ന് പറയുകയാണ്. അതൊക്കെ മഹേഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് വിളിക്കാത്തതേ, ഒരുപാട് തിരക്കുണ്ട്, എൻ്റെ ഒരേ ഒരു മോളുടെ പരിപാടിയല്ലേ, അവൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഒരു പരിപാടിയാണ്. മഹേഷ് അറിഞ്ഞിരിക്കും, പത്രത്തിലൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് മഹേഷ് പറയാണ്. അതെന്താ മഹേഷ് ശ്രദ്ധിക്കാത്തത്? നമ്മുടെ ബിസിനസ്സുകാർ ബിസിനസ് കോളോ വാർത്തകളൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ടതല്ലേ? എന്നാൽ ഞാൻ പറയാം, എൻ്റെ ഒരേ ഒരു മകൾ ചിപ്പി, അവൾക്ക് വേണ്ടി ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുകയാണ്. ഫ്രീ ചികിത്സയാണ് കേട്ടോ. വയ്യാത്തവർക്കും അതുപോലെ തന്നെ പൈസ ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ ഒട്ടും അങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയണവർക്കൊക്കെ ആയിട്ട് ഒരു ഫ്രീ ചികിത്സ, സൗജന്യ ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് പറയണ്ടതും, നീ എന്തിനും സൗജന്യമായിട്ട് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും. നീ വെറുതെ ഒന്നും സൗജന്യമായിട്ട് കൊടുക്കില്ലല്ലോ ആകാശ് എന്ന് പറയുമ്പോൾ, അതെ മഹേഷ് പറഞ്ഞാൽ ശരിയാണ്. മറ്റേ അൻസാരിദാസിൻ്റെ ആ ഒരു ഹോസ്പിറ്റൽ, പ്രവീണ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ ആൾക്കാർ പനിയും ചുമയായിട്ട് വന്നാൽ പോലും കരളും കിഡ്നിയും വൃക്ക വരടിച്ച് വേണ്ട ഹോസ്പിറ്റലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അതുപോലെ എന്തിനും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ? ഓ, അങ്ങനെയൊന്നും അല്ലെന്നേ. മഹേഷിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതൊക്കെ എന്തായാലും പോട്ടെ. ദേ നോക്ക്, ഞാൻ എൻ്റെ മകളുടെ പേരിലാണ് ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുന്നത്. ചിപ്പിയുടെ പേരിലാണ് ഹോസ്പിറ്റൽ. എങ്ങനെയുണ്ട്? പേര് കൊള്ളാവോ? അതിൻ്റെ തറക്കല്ലിടുന്ന പരിപാടിയാണ്. മഹേഷും കുടുംബവും ഒക്കെ വരണം കേട്ടോ. അമ്മയും അച്ഛനെയൊക്കെ കൂട്ടണം. നല്ല ഫുഡുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇഷിതയുടെ ഫാമിലിയിലൊന്ന് അറിയിക്കണം. എൻ്റെ മോളുടെ പരിപാടിയല്ലേ. നിർത്തടാ, കുറേ നേരമായിട്ട് നീ പറയണം മോളെന്ന്. ഏത് വകയിലാടാ എൻ്റെ മോള് നിൻ്റെ മോളാവണത് എന്ന് മഹേഷ് ചോദിക്കുകയാണ്. മഹേഷ് എന്തൊക്കെയാണ് പറയണത്? മഹേഷിൻ്റെ മോളോ? ആര്? ചിപ്പിയോ? മഹേഷ് ഒന്ന് 6 വർഷം പുറകിലോട്ട് സഞ്ചരിച്ച് നോക്കിയ ആ സമയത്ത്, അതായത് രചന ഗർഭിണിയാവണം മുമ്പ്, അവൾ എപ്പോഴും എൻ്റെ അടുത്ത് വളരെ ഫ്രീ ആയിട്ടല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വില കൂടിയ ഡയമണ്ട് നെക്ലസ് സമ്മാനിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് വൈകുന്നേരം ഞാൻ മഹേഷിന് ഓട്ടിയാണ്, അതായത് ഓവർ ടൈം ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം കമ്പനി നിർത്തിയായിരുന്നു. ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴാണ് മഹേഷ് വീട്ടിലെത്തിയത്. ആ ദിവസം 11 മണിക്ക് ഞാൻ നിൻ്റെ വീട്ടിലായിരുന്നു. നല്ല മഴയായിരുന്നു. ഞാനും രചന നന്നായിട്ട് ആഘോഷിച്ചു. അതിനുശേഷം പല സമയത്തിനാണ് നിനക്ക് ഓവർ ടൈം തന്നില്ലേടാ. നിനക്ക് ഓവർ ടൈം നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒരുപാട് പൈസ കിട്ടുമല്ലോ ഓവർ ടൈമിന്. ഞാൻ ബാക്കിയുള്ളവർക്കൊക്കെ 500 വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ നിനക്ക് തരുന്നുണ്ടായിരുന്നത് 700 രൂപയാണ്. ഇപ്പം മനസ്സിലായോ 700 സീക്രട്ട് എന്താണെന്ന്? നിർത്തടാ, ഇറങ്ങി പോടെ ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു സംഭവം എടുത്തിട്ട് നമ്മളെ ആകാശിനെ തല തല്ലി പൊട്ടിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വിവേക് അങ്ങോട്ടേക്ക് വരുന്നത്, മഹേഷ് എന്തൊക്കെയാണ് കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ, ആകാശ് നിങ്ങളൊന്ന് ഇറങ്ങി പോകാൻ നോക്കിയത് വിവേക് പറയാണ്. എടാ മഹേഷ്, ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കട, നോക്കിക്കോടാന്നൊക്കെ പറയാണ്. അങ്ങനെ ആകാശ് പോയി കഴിയുമ്പോഴേക്കും വിവേക് ചോദിക്കുന്നുണ്ട്, എന്താ മഹേഷ് എന്തൊക്കെയാണ് നീ കാണിക്കണതെന്ന് അറിയാവോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുക, എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക, എനിക്ക് വട്ട് പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ, മഹേഷ് തനിക്ക് എന്താണ് പറ്റിയത്? നോക്ക്, താനൊരു കാര്യം ചെയ്യും, ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക. വേണ്ട, എനിക്ക് പോകണം മഹേഷ്. അപ്പോൾ ഇത് മീറ്റിംഗ് ഉണ്ട്, അറിയാലോ. ഇന്നും കൂടി ആ മീറ്റിംഗ് പങ്കെടുത്തില്ലെങ്കിൽ നമ്മുടെ ആ പ്രൊജക്റ്റ് തന്നെ ക്യാൻസലായി പോകും. ക്യാൻസലാവട്ടെ, എല്ലാം ക്യാൻസലാവട്ടെ, എല്ലാം നശിയട്ടെ, എല്ലായിടത്തും വീട്ടിൽ പോകാൻ പറ, ആർക്കും ഇവിടെ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഒന്ന് പോവാണ്. വിവേകിനാണെങ്കിൽ ആകെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഇഷിതയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. അങ്ങനെ മഹേഷ് തന്നെ രക്ഷിച്ചു. മഹേഷിൻ്റെ ഹൃദയത്തിൽ തനിക്കൊരു സ്ഥാനം ഉണ്ടെന്ന് പറയുകയും ചെയ്തല്ലോ. അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് ഇഷിത. അങ്ങനെ ഇഷിത ഇരിക്കുന്ന സമയത്ത് ഇഷിതയുടെ ഫോണിലേക്ക് കോൾ വരുവാണ്. വിളിക്കണത് വേറെ ആരുമല്ല, വിവേകാണ്. ഹലോ, വിവേക്, എന്താ വിവേക് എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇഷിത, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ വിവേക് പറഞ്ഞോ? മഹേഷിന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. മഹേഷിന് എന്താ വിവേക് അങ്ങനെ ചോദിച്ചത്? ശരിക്കും ഈ കാര്യങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കണം, പക്ഷെ അതിന് പോലും അവസ്ഥയില്ല. നോക്ക്, മഹേഷ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കമ്പനി പൂട്ടേണ്ടി വരും. അറിയാമോ ഇഷിതക്ക്? 2 പ്രൊജക്റ്റിൻ്റെ അവസാന മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ഇന്നാണ്. ഇന്നെങ്കിലും അവിടെ സൈറ്റിൽ പോയില്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ക്യാൻസലായി പോകും. കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം വരാൻ പോണത്. അതിന് മഹേഷ് എന്ത് ചെയ്തു? മഹേഷ് വരുന്നില്ല മീറ്റിങ്ങിന്. മഹേഷ് വരുന്നില്ലെന്നോ? ഇവിടെ പ്രാന്ത് പിടിച്ച പോലെ ഇരുന്ന് കാണിക്കുന്നത്. ഇവിടെ ആകാശ് വന്നിരുന്നു. അയാൾ എന്തൊക്കെയോ മോശപ്പെട്ട് സംസാരിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നത്. അയാളെ തല തല്ലി പൊട്ടിച്ചിട്ട് മഹേഷ് അവിടെ ഇരിക്കണത്. എന്നിട്ട് അറിയില്ല, വല്ലാതെ സ്പീഡിൽ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോയി. ഞാൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ ഉണ്ടി തള്ളിയിട്ടു. എന്തൊക്കെയാണ് നടക്കണത്? എന്താ മഹേഷിന് സംഭവിച്ചത്? വിവേക്, ഞാൻ എന്തായാലും വിളിക്കാം. മീറ്റിംഗ് എങ്ങനെയെങ്കിലുമൊക്കെ നാളത്തേക്ക് ആക്കാൻ നോക്ക്. നാളെ ആകുമ്പോഴേക്കും എന്തായാലും ഞാൻ മഹേഷിനെ കൊണ്ടുവരാം, ഉറപ്പ്, ഷുവർ. ഇത് എൻ്റെ വാക്കാണ്. ശരി ഇഷിത എന്ന് പറഞ്ഞിട്ട് വിവേക് ഫോൺ വെക്കുവാണ്. ശേഷം നമ്മുടെ ഇഷിത വളരെ വിഷമത്തോടു കൂടി വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ സൈക്കോളജിസ്റ്റ് വരുവാട്ടോ.
ആ വാ ഡോക്ടർ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അല്ല ഇഷിത കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഡോക്ടർ. ഇഷിതയുടെ ഭർത്താവിന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഡോക്ടർ. അദ്ദേഹത്തിന് ഇതിന് പ്രശ്നമുണ്ടോ? അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു ഇന്നലെ. ഡോക്ടറെ കാണാൻ വന്നിരുന്നോ? എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് മനസ്സ് തുറക്കണമെന്നൊക്കെ അച്ഛനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് വന്നിരുന്നു. വന്നിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നത്തിലാണ്. ഞാൻ പിന്നെ അദ്ദേഹത്തിന് മുമ്പിലൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഡോക്ടർ? എന്താ പ്രശ്നം? എന്ന് നിശിത ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ടല്ലേ ആദ്യ ഭാര്യയിൽ ചിപ്പിമോൾ അല്ലേ? അതെ ഋതു എന്ന് വിളിക്കുന്ന ചിപ്പിമോൾ. ഇപ്പം വലിയൊരു പ്രശ്നത്തിൽ മഹേഷാണ്. എപ്പോഴും കുടിക്കാറുണ്ടോ? കുടിക്കാറുണ്ട് ഡോക്ടർ. അന്ന് ഒരു വിപിൻ ദാസ് എന്ന ഒരാളുടെ പരിപാടിക്ക് ഞങ്ങൾ പോയിരുന്നു. അതേ പിന്നെ മഹേഷ് എപ്പോഴും കുടിച്ചാ വരുന്നത്. എന്താ കാര്യം ചോദിച്ചിട്ട് പറയുന്നില്ല. ചിപ്പിടുത്ത് പോലും വളരെ റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ. ആ പരിപാടിക്ക് മഹേഷ് വന്നിട്ട് പോലും ചിപ്പിൻ്റെ അടുത്താണ് ദേഷ്യം ഫുള്ളും കാണിക്കുന്നത്. എന്താണെന്നറിയില്ല. മഹേഷിൻ്റെ അടുത്ത് മനസ്സ് തുറന്നായിരുന്നു. എന്താ ഡോക്ടർ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇഷിതയും ഒരു ഡോക്ടറാണല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഇഷിതടുത്ത് പറയാമെന്ന് വിചാരിച്ചത്. നോക്ക് മഹേഷ് വലിയൊരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പിടിച്ചില്ലെങ്കിൽ മഹേഷ് കൈവിട്ടു പോകും. എന്തൊക്കെയാണ് ഡോക്ടർ പറയണത്? ഡോക്ടർ എന്താ തെളിച്ചു പറ. അത് ചിപ്പിമോള് അയാൾ ആകാശിൻ്റെ മകളാണത്രേ. അത് പറഞ്ഞിട്ട് ആകാശിൻ്റെ ചേച്ചിനെയും മഹേഷിനെ കളിയാക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് പറഞ്ഞിട്ടാ മഹേഷ് ആകെ ടെൻഷനാവുന്നത്. നോ ഒരിക്കലുമില്ല. ചിപ്പി ആകാശിൻ്റെ മകളല്ല. ആയിരിക്കാം, പക്ഷെ മഹേഷിന് അത് ടെൻഷനുണ്ട്. ആകാശിൻ്റെ കയ്യിൽ എന്തോ DNA ടെസ്റ്റിന് റിസൾട്ട് ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അത് കേട്ടാ മഹേഷിന് ഇത്ര ടെൻഷൻ എന്ന് പറയുമ്പോൾ താങ്ക് യു ഡോക്ടർ. എൻ്റെ മനസ്സ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ മഹേഷിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ മഹേഷ് അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും. എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുകയാണ്. നേരെ മാഷിൻ്റെ അടുത്തേക്ക് പോകണം. മാഷിനെ കെട്ടിപ്പിടിച്ച് കരയുണ്ട്. അച്ഛാന്ന് പറഞ്ഞ് കരയാണ്. എന്താ മോളെ എന്താ കരഞ്ഞപ്പോൾ മഹേഷ് എന്താ ടെൻഷൻ ആവണമെന്നും മഹേഷ് എന്തിനാണ് വിഷമിക്കണതും കരയണമെന്നുള്ള കാരണം ഞാൻ കണ്ടുപിടിച്ചു വെച്ചാൽ എൻ്റെ ഒന്ന് ഡോക്ടർ റൂമിലേക്ക് ഇന്നിട്ട് സൈക്കോളജിസ്റ്റ് വന്നിരുന്നു. മഹേഷ് ഇന്നലെ തന്നെ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയിരുന്നു. എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷിത മാഷിനോട് പറയാട്ടോ. എന്തിനാ അച്ഛനാ ഈ കല്യാണം കഴിച്ചത്? ചിപ്പിക്ക് വേണ്ടിയിട്ടല്ലേ? ചിപ്പി മഹേഷിൻ്റെ മകളാണ്. മഹേഷിനെ ഞാൻ സ്വന്തമാക്കി തന്നെ ചിപ്പിക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛാ? പക്ഷെ ഇപ്പം ആ ആകാശ് വന്നിരിക്കുന്നു. ചിപ്പി അയാളുടെ മകളാണെന്ന്. അച്ഛാ അങ്ങനെ എങ്ങാനും ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അച്ഛാ ഈ കല്യാണം കൊണ്ട് എനിക്ക് എന്ത് ഉപയോഗമാണ് അച്ഛാ ഉണ്ടായത്? മഹേഷും ആകെ തകർന്നു പോയി എന്ന് പറയുമ്പോൾ മോളെ നോക്ക് മഹേഷ് തകരാണ്ട് നോക്കേണ്ട നീയാണ്. ആ ആകാശ് പറഞ്ഞത് നീ അങ്ങോട്ട് വിശ്വസിച്ചു. നീ എന്താ മോളെ ഇങ്ങനെ? നീ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണല്ലോ. ചിപ്പിയുടെ കാര്യം വരുമ്പോൾ മോളെ നീ പലപ്പോഴും ഇങ്ങനെ ആവുന്നുണ്ട്. നീ ഇങ്ങനെ അപ്സെറ്റ് ആവില്ലേ? നീ ശരിക്കും ധൈര്യമായിട്ട് ചിന്തിക്കും. മഹേഷിൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പറയാണ്. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഇഷിത റൂമിലേക്ക് പോകുമ്പോൾ മഹേഷ് വല്ലാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ. മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടിരുന്നല്ലോ, ഡോക്ടർ എന്നോട് എല്ലാം പറഞ്ഞിരുന്നത് പറയുമ്പോൾ മഹേഷ് പൊട്ടിക്കരയാണ്. എന്തിനാ മഹേഷ് എന്നോട് ഇതൊക്കെ നേരത്തെ പറയാൻ പാടില്ലെന്നോ? താൻ എന്തൊരു പാവമാണ് മഹേഷ്. താൻ ഇങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഇങ്ങനെയൊന്നും ഇല്ല മഹേഷ് എന്ന് പറയാനില്ല. ഇതൊക്കെ സത്യമായിരിക്കും. എനിക്ക് പേടിയാവണം ഇഷിത. എൻ്റെ കൈവിട്ട് ചിപ്പി പോകുന്ന പേടിയാവുന്നു. നോക്ക് മഹേഷിൻ്റെ കൂടെ ഞാനുണ്ട്. ഒരിക്കലും ചിപ്പി നമ്മുടെ കൈവിട്ട് പോവില്ല. ഇതിനാ മഹേഷിനെ തരുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത ആലോചിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ മഹേഷിന് ചിപ്പിയുടെ DNA ടെസ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല പിറ്റേ ദിവസം അങ്ങനെ ചെയ്യാമെന്ന് ഇഷിത വിചാരിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി തന്നെ മഹേഷ് പല കാര്യങ്ങളും ഇഷിതയ്ക്ക് ഒരു ലെറ്റർ പോലെ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പ്രൊമോയിൽ കാണിച്ചാണ്, വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചാണ് ലെറ്റർ എഴുതുന്നതായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.